നമസ്കാരം. എഡ്രസ് കോളത്തിലേക്ക് സ്വാഗതം. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നൊരു മഹത്വചനമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. AMMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് തലപ്പത്തേക്ക് ഇനി ആര് വരും എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാര്യം പാപം ചെയ്യാത്തവരായ ആരും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല നടിമാരുടെയും യുവനടിമാരുടെയും വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ തന്നെ അമ്മ തന്നെ രണ്ട് തട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നവരും കുറ്റാരോപിതരായി ചൂണ്ടുവിരലിന് അറ്റത്ത് നിൽക്കുന്ന കുറേയധികം താരങ്ങളും. അതിനകത്ത് ശ്രീനാഥേ, ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല എന്ന് മോഹൻലാലിന്റെ ഒരു കഥാപാത്രം പറയും. ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളൊക്കെ മിണ്ടി തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും തലവേദന, എല്ലാവരും പുലിവാലി പിടിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനകത്ത് അമ്മയുടെ തലപ്പത്ത് ആര് വരും എന്നുള്ള ചർച്ച അവിടെ ഒരു സ്ഥലത്ത് നടക്കുന്നത്. ഈ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ മോഹൻലാൽ, സിദ്ദിഖ് രാജിവെച്ച് പോയി. ഇനിയിപ്പോ മോഹൻലാലാണ് ഉള്ളത്. മോഹൻലാൽ ഈ നടക്കുന്ന സിദ്ദിഖിന് പകരം വന്ന ബാബുരാജ് ആരോപണ വിധേയനാണ്. അയാൾ അന്വേഷണം നേരിടുന്നുണ്ട്. അയാൾ ഒരുപക്ഷെ രാജിവെച്ചേക്കും. നടി ശ്വേതാ മേനോനൊക്കെ അയാളുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്യത നിയമത്തെ മാനിച്ചത് മാറി നിൽക്കണമെന്നാണ് നടിമാരൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. അത് കുട്ടികൾ മിണ്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും പൊരിവയിലെത്തായി. ഈ തലപ്പത്തുള്ള മോഹൻലാൽ ഒന്നും മിണ്ടുന്നില്ല. മോഹൻലാൽ രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹമുണ്ട്. ഒരുപക്ഷെ മോഹൻലാലും ഈ ധാർമ്മിക ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് രാജിവെക്കാനാണ് സാധ്യത. മമ്മൂട്ടി ഒരു കാര്യവും മിണ്ടുന്നില്ല. കാരണം ഇവരാണ് തലമുതിർന്ന നേതാക്കൾ. ഇപ്പോൾ പിന്നെ ഉള്ളത് മധുസാറൊക്കെയാണ്. മധുസാറൊക്കെ അവരെ ഈ വിഷയത്തിലൊന്നും സംസാരിക്കാൻ ഇടയില്ല. മുതിർന്ന നടിമാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഒരുപക്ഷെ എങ്കിൽ തയ്യാറായി എന്ന് വരില്ല. ഇപ്പോൾ 1992 നടി ഉഷയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ വൈറലാകുന്നുണ്ട്. മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോഴും വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കിയിടുകയാണ്. അതിനകത്തൊക്കെ അവർ പറയുന്നു ഇതൊരു ചതിക്കുഴിയാണ്, ഇവിടുത്തെ ഒരു മാഫിയ സംഘം ഉണ്ടെന്ന്. അതായത് 92 അവർ ഇതേ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴാരും അഡ്രസ് ചെയ്തില്ല. ഈ പരാതിയെ അഭിസംബോധന ചെയ്യുകയോ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് സർക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്മേൽ ചർച്ച വരുന്നു. ആരോപണ വിധേയരുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അമ്മയുടെ തലപ്പത്ത് ആര് വരണമെന്നാണ് എന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചാൽ പൃഥ്വിരാജ് പറയുന്നത് ഒരു സ്ത്രീ വരുന്നതിൽ തരക്കേടില്ല, സ്ത്രീ സാന്നിധ്യം വേണമെന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. മറ്റു പലർക്കും അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്ന മട്ടുമില്ല. പൊതുവേ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ തീരുമാനിക്കുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശിവാനി എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അവർ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് അവർ ഒരു നടൻ, തിരുവനന്തപുരം സ്വദേശിയായ ഒരു നടൻ എന്ന് മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു നടൻ ചെല്ലുന്നു. രാത്രി 12 മണിയാകുമ്പോൾ ഇവരുടെ കഥകൾ മുട്ടുന്നു, ഓടിപ്പോകുന്നു. ഇങ്ങനെ പല തവണയായപ്പോൾ ഇവർക്ക് അവസാനം ആളിനെ പിടികിട്ടി. തിരുവനന്തപുരം സ്വദേശിയാണ് ആളെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർക്കെതിരെ ഡയറക്ടറോട് പരാതി പറയുന്നു. അപ്പോൾ ഈ പരാതി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അതിനുശേഷം ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയിലും ഇതേ നടൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നടൻ്റെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒക്കെയാണ് അതിൻ്റെ പിന്നണിയിലുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഈ കുട്ടിക്ക് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4ാമത്തെ ദിവസം എത്തി. ആ കുട്ടിക്ക് വേഷമില്ല. അപ്പോൾ ഇങ്ങനെ പല ആവർത്തി കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഈ കുട്ടി നേരിട്ട് മോഹൻലാലിനോട് എൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് സാർ ഉണ്ടായത്. അതേ നടൻ ഇപ്പോഴും ഈ സെറ്റിലും ഉണ്ട്. അന്ന് അണ്ണൻ തമ്പിയുടെ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയ നടൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം തനിക്ക് അവസരം തരാത്ത. ഒടുവിൽ മോഹൻലാൽ തന്നെ നേരിട്ട് ആന്റണി പെരുമ്പാവൂരിനോട് സംസാരിച്ച് പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ വേദനിപ്പിക്കരുത്, അതിൻ്റെ ശാപം നമുക്ക് നിൽക്കും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അതിനകത്തൊരു വേഷം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞൊരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് ഇന്നത്തെ മലയാളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ നടിയുടെ പ്രശ്നം പരിഹരിച്ചു. വളരെ ആരും പറഞ്ഞില്ല, വളരെ ഈസി ആയിട്ട് പരിഹരിച്ചു. അതുപോലെ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന കുറേയധികം വിഷയങ്ങൾ അമ്മ സംഘടനയ്ക്കുള്ളിൽ അമ്മ സംഘടന അംഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ നടിമാരല്ല ഈ പ്രമുഖരുടെ വീടുകളിൽ വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾക്ക് വരെ പലതും പറയാനുണ്ട് പറഞ്ഞ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഞാൻ പറഞ്ഞു, ഈ വെളിപ്പെടുത്തലുകളൊക്കെ സ്ഫോടനാത്മകമായി വന്നുകൊണ്ടിരിക്കുമ്പോഴും കാര്യങ്ങൾ അങ്ങ് തെളിച്ചത്തിലെത്തിയിട്ടില്ല. ഒരു തെളിച്ചം വരുന്നില്ല. ഇത് എവിടെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നെങ്കിലും ഇതിനകത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് സർക്കാരിന് ഒരു വ്യക്തതയില്ല. സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘം ഈ ലഭിച്ചത് പരാതി റിട്ടേൺ കംപ്ലൈന്റ് രണ്ടെണ്ണോ മറ്റോ ആയിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും ആരോപണമാണ്. ഈ ആരോപണം ഉന്നയിച്ച നടിമാർ തന്നെ
കളം മാറുന്നത് കാഴ്ചകളും കണ്ടു വരികയാണ്. അതെ, ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ നടിയെ ആക്രമിച്ച കേസ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് അതിൽ 4 പേരാണ് മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൂറുമാറ്റവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നടിയെ ആക്രമിച്ച കേസ് അവിടെ അതുണ്ട്. ഇപ്പൊ തന്നെ ഈ റീസെന്റ് ആയിട്ട് ആരോപണം ഉന്നയിച്ച ആളുകൾ പറയുന്നത് എന്താണ്? ഞാൻ ആരോപണം ഉന്നയിച്ചു, ആരുടെയും കുടുംബം തകർക്കാനോ ഹർട്ട് ചെയ്യാനോ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളൊന്നുമില്ല, ഏതെങ്കിലും അന്വേഷണ സംഘം എന്നോട് ചോദിച്ചാൽ ഞാൻ പേര് പറയാം, അല്ലാതെ പരാതിയുമായൊന്നും രംഗത്തോട്ടില്ല. ഇവരൊക്കെ ഈ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ഈ വെള്ളപൂശാനോ വെള്ള തേക്കാനോ അല്ല ഇരിക്കുന്നതുകൂടി ആദ്യം പറയട്ടെ. പ്രേക്ഷകർ കഴിഞ്ഞൊരു ചർച്ചയിൽ ആളുകൾ എന്ന് പറഞ്ഞു ഞങ്ങൾ ആരെയും വെള്ളപൂശാനിരിക്കുക, ഞങ്ങൾ ആരെയും വെള്ളപൂശാനൊന്നും ഇരിക്കുന്നതല്ല. ഞാൻ പറയട്ടെ, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആ ആരോപണത്തിൽ സ്ഥിരമായി നിൽക്കണം. അത് അവരുടെ നിലപാടാണ്, അവരനുഭവിച്ച വേദനയാണ്. എന്നിട്ട് അവർ പരാതി കൊടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ഡയലോഗ് പോലെ മാധ്യമങ്ങളാണ് ഇതൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയും. മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു നടി വിളിച്ച് പറയാണ്, അല്ലെങ്കിൽ അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഒരു വീഡിയോ ലൈവ് ചെയ്യുകയാണ്, അവർ പറയുകയാണ് എന്നെ ഒരാൾ കടന്ന് വിളിച്ചു ചുംബിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അവരെ പിന്തുണയ്ക്കും, അവരുടെ ആർഗ്യുമെന്റ്സ് ജനങ്ങളിലെത്തിക്കും. അതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ ആരോപണത്തിൽ പിന്നെ സ്ഥിരമായി നിൽക്കേണ്ടത് ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് ഒന്നാമത്. രണ്ടാമത് അവർ അത് പോലീസിൽ പരാതിപ്പെടണം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിയമപരമായി ഒരു ഏജൻസിക്ക് ഇതിനെ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നാൽ ആരോപണത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം, അങ്ങനെ അന്വേഷിച്ച് പോയാൽ പോലും ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി അത് സ്ത്രീയാണോ പുരുഷനാണോ അവർ അതിൽ ഉറച്ചു നിൽക്കുകയും അന്വേഷണ സംഘവുമായി സഹകരിക്കുകയും വേണം. ഇവിടെ അങ്ങനെയല്ല. ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ ആരോപണം പിൻവലിക്കുന്നു. അല്ല ജോയി, അതിനകത്ത് വേറൊരു മറുവശം കൂടിയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള നടന്മാർക്കെല്ലാം അവർക്കൊരു കുടുംബമുണ്ട്. പലർക്കും പ്രായപൂർത്തിയായ മക്കളുണ്ട്, വിവാഹം കഴിപ്പിച്ച ശേഷം മക്കൾ വരെ ഉള്ള താരങ്ങൾക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ കുടുംബത്തെ ഇത് വളരെ ദോഷകരമായി ബാധിക്കും, അവരുടെ മക്കളുടെ കുടുംബത്തെ ബാധിക്കും. അപ്പം ഈ ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഇത് പരാതിയായിട്ട് പോവുക, ജനുവിന് അന്വേഷണം നടക്കണം, കൃത്യമായ അന്വേഷണം നടത്തി ഇനി ഇദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടണം. ഇതിപ്പോ തെരുവിൽ ഈ പേരുകൾ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞത്. അതെ പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് എങ്ങനെയാണ്? പൃഥ്വിരാജ് വളരെ നയപരമായി പറഞ്ഞു, ആരോപണം ഉന്നയിച്ചു, ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം, അന്വേഷണം നടന്ന് കുറ്റം തെളിഞ്ഞാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, മറിച്ചായാൽ ആരോപണം ഉന്നയിച്ച ആളും ശിക്ഷിക്കപ്പെടണം. അതേ ഇന്റൻസിറ്റി ഉള്ള ഒരു ശിക്ഷ ഇവർക്കും കിട്ടണം. കാരണം അവർക്ക് ശ്രീനാഥ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, മക്കളുടെ കുടുംബമുണ്ട്. ഇതിനെയൊക്കെ തകർക്കുന്നതാണ് ഈ ഒളിയമ്പുകൾ, ഈ മുനവച്ച ആരോപണങ്ങൾ, ഈ ആരോപണ ശരങ്ങളൊക്കെ. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി അതിനകത്ത് ആരോപണത്തിൽ സ്ഥിരമായി നിന്ന് പോരാട്ടത്തിന് ഒരുങ്ങിയാൽ മാത്രമേ ഈ ഹേമ കമ്മിറ്റി കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. 1. 2, നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിനകത്ത് പോലീസിന് എന്തെങ്കിലും ഇടപെടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സമിതി എന്ത് ചെയ്യും? ഈ പ്രത്യേക അന്വേഷണ സംഘം നിങ്ങളുടെ ആരോപണങ്ങൾ കേൾക്കുന്നു, കേട്ടിട്ട് നിങ്ങളുടെ മൊഴിയെടുക്കാൻ നിങ്ങളെ വിളിപ്പിക്കുന്നു, നിങ്ങൾ പോയി മൊഴി പറയുന്നു, അവിടെ കലാസ് തീർന്നു, കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ മൊഴി മാറ്റിയാലും മതി, ഇവർക്ക് മൊഴി മാറ്റാം. അതുവരെ അപ്പം ആ മൊഴി മാറ്റുന്ന ആ സാഹചര്യം വരെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനനഷ്ടമുണ്ട്, അവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്, അവരുടെ കുടുംബം നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാനുള്ള വഴിയില്ല, വേറൊരു വഴിയില്ല. തീർച്ചയായും എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം, ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കും. അന്വേഷണം ആരോപണങ്ങളെ കുറിച്ചാകാം, അല്ലെങ്കിൽ ലഭിച്ച പരാതികളെ കുറിച്ചാകാം. ആ പ്രത്യേക ദൗത്യ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അവർ കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ പറഞ്ഞു, അതൊരു പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ടിന്മേൽ നിയമ നടപടിയൊക്കെ വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട്. പക്ഷേ ഈ അന്വേഷണ സംഘം, പുതിയ പോലീസ് സംഘത്തിന് ഇത് അന്വേഷിക്കാം. അവരൊരു നിലപാടിലെത്തി ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഇന്ന നടന്മാർ, ഇന്ന നടിമാരെ പല അവസരങ്ങളിലും വാക്കാൽ, നോട്ടം കൊണ്ട് അങ്ങനെയൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, ഇന്നിപ്പോൾ രഞ്ജിത്തിനെതിരെ എടുത്ത അറിയാലോ, സെക്ഷൻ അറിയാലോ, 354 IPC, അതുപോലുള്ള സെക്ഷനൊക്കെ ചുമത്തി ഇവർക്കെതിരെ കോടതിയെ സമീപിക്കാം, ഇവർക്കെതിരെ കേസെടുക്കാം. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ ഇവർ ജാമ്യത്തിൽ പോയി പിന്നെ വിചാരണ നേരിട്ട് വരണം. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ എത്ര കാലം ഇപ്പൊ വിചാരണ തുടങ്ങിയിട്ട് എന്തെങ്കിലും ആയോ? ഈ വിചാരണ ഇങ്ങനെ നീണ്ടു പോകും. വിചാരണ വേഗത്തിലാക്കണം, അതിവേഗ കോടതികൾ വേണം. ഇത് വലിയ കേസാണല്ലോ, ഒരു കേസല്ലല്ലോ, ഒന്നിനു പുറകെ മറ്റൊന്നതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാം, മുകേഷിനെതിരെ വന്നു, റിയാസ് ഖാനെതിരെ വന്നു, ഇടവേള ബാബുവിനെതിരെ വന്നു, മണിയമ്പിള്ള രാജുവിനെതിരെ വന്നു. അങ്ങനെ വിരലിലുണ്ടാവുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ആരോപണം ഉന്നയിച്ചവരിൽ പലരും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. പലരും ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ട് ഇപ്പോൾ ജയസൂര്യ അങ്ങനെയൊന്നും അല്ല, ജയസൂര്യ അല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് ആ നടി വീണ്ടും വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ പലരെയും മുൾമുനയെ നിർത്തിക്കൊണ്ടുള്ള ഒരു അഭ്യാസമാണ് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ചില ആളുകൾക്ക് ടാർഗറ്റ് ഉണ്ടാകും. ഇപ്പോൾ 12 പേർക്കെതിരെ ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു, ഒരു നടി ആരോപണം, നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി നമ്മൾ പറഞ്ഞിട്ട് നമുക്കിനി മാനനഷ്ട കേസിലൊന്നും മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ ആ നടി പറയും. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവര് ഈ പീഡനം എന്ന് പറയുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് മാറി നിൽക്കുമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതോ അല്ല ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചതോ, അതൊക്കെയാണ് പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ആ പീഡനം എന്ന് അവർ പറയുന്നത് ആക്ച്വലി ഇത് കേൾക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു നടി പറയുന്നു എന്നെ ആ നടൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ, സിനിമാ മേഖലയല്ലേ, അവിടെ എല്ലാം ബലാത്സംഗവും പീഡനവും സെക്സും ഒക്കെ തന്നെ നടക്കുന്നത്, അത് ആ പെണ്ണിനെ അവന്മാർ പിടിച്ചു, അവൻ ഇത് പീഡിപ്പിച്ചു എന്ന് പറയും. പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഒന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് സംവിധായകൻ പറഞ്ഞതൊക്കെയാണ് പീഡനമായി കരുതുന്നത്. പിന്നെ അവസരങ്ങൾ നിഷേധിച്ചു എന്ന് പറയുന്നത്. അവസരം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം നടിമാർ എത്ര പേരാണ് ശ്രീനാഥ് വന്നു പോകുന്നത്. ഒരുപാട് ഒരു നടി വരുന്നു, വേറൊരു അടുത്ത് അത് കഴിഞ്ഞിട്ട് പുതിയ നടി വരും. മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു നടിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അമൃത മേനോൻ, അങ്ങനത്തെ ഒരു നടിയുടെ. അവർ പറയുന്നു ചില ആളുകൾ അവരൊരു 3-4 സിനിമയിൽ അഭിനയിച്ചു, അഭിനയം ക്രൈസ് ആയിരുന്നു, ഒരു സാധാരണ കുടുംബത്തിൽ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. അവർ പറയാണ് ഇങ്ങനെ അഭിനയിച്ചു വന്നപ്പോൾ ചില ആളുകളുടെ ഇടയിൽ നിന്ന് മോശം സമീപനങ്ങൾ അവർക്ക് വന്നു. പക്ഷെ അതൊന്നും അവർക്ക് താങ്ങാവുന്നതല്ല. അവരെ പോലും സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു നടിക്ക് അത് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് അവർ മാറിപ്പോയി. എന്നിട്ട് അവർ പിന്നെ മമ്മൂട്ടി പങ്കെടുത്ത ഒരു ലൊക്കേഷനൊക്കെ അവരുടെ വീടിനടുത്ത് തന്നെ ഷൂട്ടിംഗ് വന്നിട്ട് പോലും പോയി മമ്മൂട്ടിയൊക്കെ അഭിമുഖീകരിക്കാൻ ഒരു പേടി, കാരണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചമ്മലല്ലേ. അതുപോലെ അപ്പോൾ അവർക്കൊക്കെയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഒരു സിനിമ കിട്ടി, 2 സിനിമ കിട്ടി, 3ാമത്തെ സിനിമ വരുമ്പോൾ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിന് സഹനടിമാരോട് വരെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേഷമുണ്ട്, ഇത്ര രൂപയുടെ പ്രതിഫലം എന്ന് ഉറപ്പിച്ചിട്ട് അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സിനിമയാണ്, സിനിമ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണം. അത് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിനെ തന്നെ ഇല്ലായ്മ ചെയ്ത സിനിമാക്കാരാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ ഒരാള് ഒരു പെൺകുട്ടിയോട് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി തരാം, ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, മുതലാളിയുടെ കൂടെ പോകേണ്ടി വരും, അവിടുത്തെ ശിങ്കിരികളുടെ കൂടെ പോകേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാറണം. അതിപ്പോൾ സിനിമ മാത്രമല്ല, ഏത് മേഖലയാണെങ്കിലും സിനിമ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സീരിയൽ ഉണ്ടാകാം, ഇനി വേറെ മീഡിയ നമ്മുടെ പ്രൊഫഷൻ മീഡിയ ഉണ്ടാകാം, അതുപോലെ ബാങ്കിങ് സെക്ടർ ഉണ്ടാകാം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാകാം. എല്ലായിടത്തുമുണ്ട് ഈ തൊഴിൽ മേഖലയിലെ പീഡനം. അതുപോലെ ഇന്റേണൽ സമിതികളുണ്ട്. ഈ പരാതി പരിഹാര സെല്ലൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല, പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പൊ കഴിവിന്റെ പരമാവധി എൻ്റെ ഒരു അഭിപ്രായം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ, ആരോപണം ഉന്നയിച്ച നടിമാർ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ ആരോപണത്തിൽ സ്ഥിരമായി നിൽക്കണം. അല്ലാതെ ചുമ്മാ സുരേഷ് ഗോപി സിനിമയിൽ വന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ ഡയലോഗ് അടിച്ച് പോകരുത്. നേരിട്ടു അതെ. സുരേഷ് ഗോപി ഇന്നത്തെ ഡയലോഗ് ഞെട്ടിപ്പോകും. മീഡിയക്കുള്ള ഇരയാണ് ഹേമ കമ്മിറ്റി, അത് നിങ്ങൾ തിന്ന് തടിച്ച് കൊഴുക്കുക, നിങ്ങൾ കാശുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുകേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. മുകേഷിന്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഇതൊക്കെ കാണിക്കാൻ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇതൊന്നും കാണിക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് കണ്ടു കാണും. പറഞ്ഞു വരുന്നത് ഈ ആരോപണം ഉന്നയിച്ചവർ അതിന് സ്ഥിരമായി നിൽക്കണം, അവർ പോരാടണം. നിങ്ങൾക്ക് പിന്തുണയുമായി കേരള സമൂഹം മുഴുവനുണ്ട്. പിന്നെ ഈ മഹാനടന്മാരെ നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചേറ്റി വെച്ചിരിക്കുന്ന ശ്രീ മോഹൻലാലാകട്ടെ, ശ്രീ മമ്മൂട്ടി ആകട്ടെ, ഇവരൊക്കെ ഒരു അവസാന വാക്കാണ് സിനിമയുടെയൊക്കെ. നമുക്കറിയാം അവരൊക്കെ പറഞ്ഞാൽ അവസാന വാക്കാണ്. പല കാര്യങ്ങളും അവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അവർ ഇടപെടണം, ഈ വിഷയങ്ങളിൽ അവർ സജീവമായി ഇടപെടണം. പിന്നെ ഈ വിടുവായുത്തരം പറയുന്ന നമ്മുടെ ഗോപി മന്ത്രിയും അവരൊക്കെ ഈ പൃഥ്വിരാജിനെയും ടൊവിനെയും ഒക്കെ കണ്ടിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി പഠിക്കണം. പഠിച്ചിട്ട് കൃത്യമായി മറുപടി പറയാം. യുവാക്കളെ കണ്ടുപിടിക്കണം ഇവരെ. അപ്പോൾ പൃഥ്വിരാജിനെ സത്യത്തിൽ ഇപ്പോഴത്തെ മുതിർന്ന നടന്മാരെല്ലാം കണ്ടുപിടിക്കേണ്ടത് ഒരു ആവശ്യമുണ്ട്. കാര്യം എത്രത്തോളം ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വളരെ വ്യക്തമായ മറുപടി. അവിടെ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, എന്നാൽ ഞങ്ങളെല്ലാവരും നടന്മാരാണ്, അതുകൊണ്ട് നടന്മാരുടെ പക്ഷം പിടിക്കണം, അങ്ങനെയൊന്നുമില്ല. അത് തെറ്റാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പൃഥ്വിരാജ് ഉയർത്തുന്ന ആവശ്യം. പിന്നെ തന്നെയല്ല, അദ്ദേഹത്തെ വളരെ കാലം ഈ പറയുന്ന AMMA എന്ന് പറയുന്ന സംഘടന മാറ്റി നിർത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ ഒരു മറുപടിയാണ് പറയുന്നത്. പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പറയുന്നില്ല, അതേസമയം ഇല്ല എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ കൃത്യമായ മറുപടികൾ. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ നമ്മളുടെ മുൻനിര നടന്മാർക്ക്, അതായത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും സ്നേഹം കൊണ്ട് അവരെയൊക്കെ ചേട്ടന്മാരുടെ സ്ഥാനത്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലിനെ ആണെങ്കിലും കാണുന്നത്. എന്തുകൊണ്ട് ഇവർ മിണ്ടുന്നില്ല?
ഇപ്പൊ തന്നെ നമുക്കറിയാം. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണ എന്നൊരു പാട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ അത് ചോദിക്കേണ്ടി വരും. അതുപോലെ ഉണ്ട്. പിന്നെ കള്ളിപ്പൂങ്കുയില് ആ പാട്ടുകളൊക്കെ ഈ സാഹചര്യവുമായി ഇണങ്ങുന്നതാണ്. കള്ളിപ്പൂങ്കുയിലെ എന്നാണ്, നീ കള്ളമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ കള്ളം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് വരട്ടെ, ശ്രീ ലാലേട്ടൻ വരൂ, വന്ന് സംസാരിക്കും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെന്നൈയിലാണ് നേരിട്ട് പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞ് അഴകുഴമ്പൻ മട്ടിലുള്ള ഒരു പ്രസിഡന്റ് അമ്മയുടെ തലപ്പത്തിരിക്കുന്നത് തന്നെ. അല്ല, ഇത് മോഹൻലാൽ ഒരു ഫേസ്ബുക്കിൽ ലൈവ് ചെയ്താലും മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു മലയാള മീഡിയയിൽ ഒരെണ്ണത്തിന് പോലും കിട്ടാത്ത റീച്ച് സത്യത്തിൽ മോഹൻലാലിന് ലൈവിന് കിട്ടും. അതിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് ശ്രീ മമ്മൂട്ടി വരട്ടെ, പറയട്ടെ. അതുപോലെ തന്നെ പ്രതികരിക്കാൻ അവർക്ക് പറ്റും. അവർക്ക് സർക്കാരുമായി നിലപാടുണ്ട്, സമൂഹത്തിൽ നല്ല പേരുണ്ട്. അവർ വന്ന് പറയണം. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചു, അമ്മ പ്രതികരിച്ചു, ആരോപണ വിധേയർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു, പുതിയ ഇലക്ഷൻ വേണമെങ്കിൽ ഇലക്ഷൻ വെക്കാൻ അമ്മ തയ്യാറാണ്. അതന്നെ അവിടെ ഒരു 2 ഗ്രൂപ്പായി മാറി കഴിഞ്ഞു. ജഗദീഷിന്റെ പിന്നാലെ പോകുന്ന ഒരു ഗ്രൂപ്പ്. ജഗദീഷ് നമ്മൾ പറഞ്ഞു, ജഗദീഷ് ഒരു ഗജ ഫ്രോഡാണ്. ജഗദീഷിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ വിഷയത്തിൽ പൊളിറ്റിക്സ് ഒന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ജഗദീഷിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണ്. അല്ല, ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ജഗദീഷിനെതിരെ ആരോപണങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ജഗദീഷിനെതിരെ ഇനി വരും കാലങ്ങളിൽ ഒരു ആരോപണം ഉണ്ടാകാനുള്ള സാധ്യതയും ജഗദീഷിനില്ല. അതാണ് ജഗദീഷിന്റെ ആ ഒരു ഇമേജ് അവിടെ പ്ലസ് പോയിന്റ് ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു സിനിമയുണ്ട്, ആ CBI ഡയറക്കുറിപ്പിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു സിനിമ, അവസാനം ടൈലർ മണി. അതുപോലെ വന്നു കൂടാന്നും ഇല്ല, നമുക്ക് പറയാൻ പ്രശ്നമുണ്ട്. അത് നമുക്ക് ചിന്തിക്കണം. ബൂമറാങ് പോലെയാണ് ആരോപണങ്ങൾ. ആർക്കെതിരെയും വരാം. നമ്മളിപ്പോ ചീത്ത പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ആരോപണമൊക്കെ ആർക്കെതിരെയും വരാം. പക്ഷേ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞാണ്, ഇപ്പൊ മീഡിയയിൽ വരുന്നതൊക്കെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കും നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഈ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടും ഈ പറയുന്ന നടീനടന്മാരുടെ പരസ്പരമുള്ള ചെളിവാരി എറിയലുമാണ് നമ്മൾ കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. പക്ഷേ ഇതെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ കൃത്യമായ അന്വേഷണം തന്നെ വേണം. ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണോ? ആരോപണം ഉന്നയിച്ചവരെയൊക്കെ വിളിച്ചു വരുത്തണം. മിന്നു മുനീറും സോണിയ മൽഹാറും പിന്നെ എന്താണ് ഗായത്രിയോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നടിമാർ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഗായത്രിയുടെ കാര്യം പറയാം. ഗായത്രി വർഷ എന്ന് പറഞ്ഞ ഒരു ഇപ്പം സീരിയൽ നടിയൊക്കെ ആയിരുന്നു, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടി. അവരിപ്പം മുകേഷിനെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മുകേഷിനെതിരെ അവർ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു സ്ത്രീ കൂടിയാണ്, ഒരു നടി കൂടിയാണ്. അവർ പലപ്പോഴും പല മേഖലകളിലും പ്രസംഗിച്ചൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഈ ഇടതുപക്ഷ സഹയാത്രികർ കൊണ്ടു നടന്നിട്ടുള്ളതാണ് അവരുടെ വാക്കുകളെല്ലാം. പക്ഷേ ഏതായാലും ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇനിയിപ്പോൾ സംഘിയാണെങ്കിലും സുഡാപ്പിയാണെങ്കിലും പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. കുറ്റവാളി എത്ര ഉന്നതനാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, ശിക്ഷ ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ചുമതലയും അന്വേഷണ സംഘത്തിനുണ്ട്. അല്ലാതെ മൂളിപ്പാട്ടും പാടി അഴകുഴമ്പൻ ഡയലോഗ് അടിച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ലാലേട്ടൻ, മമ്മൂക്ക രണ്ടുപേരും രംഗത്തിറങ്ങണം. അതെ.